പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് അടുത്ത ചൊവ്വാഴ്ചയാണ് അദ്ദേഹം എത്തുക. കൊച്ചിയിൽ 16-ന് വൈകുന്നേരം റോഡ് ഷോ നടത്തും. ബിജെപി നേതൃയോഗത്തിലും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കിരൺ കുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, വീണ്ടും എത്തുകയാണ് നരേന്ദ്രമോദി. എന്തായാലും കൊച്ചിയിലേക്കാണ് ഇത്തവണ 2 ദിവസത്തെ സന്ദർശനമെന്ന് അറിയുന്നു. വിവരങ്ങൾ. രോഹിണി, കേരളത്തെ ഇളക്കിമറിക്കാൻ വീണ്ടും നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തന്നെ ഉണ്ടാവുകയാണ്. കൊച്ചിയിൽ ഈ മാസം 16-ാം തീയതിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി എത്തുന്നത് 16-ാം തീയതി വൈകിട്ടായിരിക്കും ഈ റോഡ് ഷോ ഉണ്ടാവുക. പിന്നീട് 2 ദിവസം അദ്ദേഹം കേരളത്തിലുണ്ടാവും. അതായത് 16-ാം തീയതിയും 17-ാം തീയതിയും അദ്ദേഹം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 16-ാം തീയതി അദ്ദേഹം കൊച്ചിയിലെത്തിയതിനു ശേഷം ഷിപ്പ്യാർഡിന്റെ ഭാഗത്ത്, അതായത് എറണാകുളത്ത് അന്ന് അദ്ദേഹം താമസിക്കുക ഉണ്ടാവുന്ന ഈ ഷിപ്പ്യാർഡിന് ഭാഗത്തായിരിക്കും റോഡ് ഷോ ഉണ്ടാവുന്ന. അതിനുശേഷം 17-ാം തീയതി അദ്ദേഹം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഈ ഗുരുവായൂരിൽ നിന്ന് വീണ്ടും പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഷിപ്പ്യാർഡിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. ഷിപ്പ്യാർഡ് കേന്ദ്രീകരിച്ച് തന്നെ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളുടെ അടക്കമുള്ള പ്രഖ്യാപനം അന്ന് 17-ാം തീയതി നടത്തും. അതേ സമയത്ത് തന്നെ അന്ന് വൈകിട്ട് ബിജെപിയുടെ നേതൃയോഗം കൂടി എറണാകുളത്ത് നടക്കും. ഏതായാലും ഇപ്പോൾ 2ാം തവണയാണ് ഈ എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എത്തുന്നത്. നേരത്തെ യുവം പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നത്. അതിൻ്റെ ഒരു അനക്കം അത് കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു റോഡ് ഷോ കൂടി പ്രധാനമന്ത്രിയുടെ കൊച്ചിയിൽ ഉണ്ടാവുന്നത്. മറ്റെന്തൊക്കെയാണ് കിരൺ ഇത്തവണ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ? എന്തെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടാകാൻ സാധ്യതയുമുണ്ടോ? ഏതായാലും ഈ പ്രധാനമന്ത്രിയുടെ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഏതൊക്കെ തരത്തിലായിരിക്കും പരിപാടികൾ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു കൃത്യത ലഭിക്കുന്നില്ല. അത് വൈകിട്ടോടുകൂടി, അതായത് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ബിജെപിയുടെ യോഗമുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഈ പരിപാടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ തന്നെ അത് എവിടെയായിരിക്കും നടക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. നിലവിലിപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ചിട്ടാണെങ്കിൽ ഷിപ്പ്യാർഡിന്റെ പരിസരം അതായിരിക്കും ഈ റോഡ് ഷോയിന് വേണ്ടി തെരഞ്ഞെടുക്കുക. കഴിഞ്ഞ തവണ ഈ യുവം പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി എത്തിയ സമയത്തും ഇവിടെ തന്നെയായിരുന്നു റോഡ് ഷോ നടന്നിരുന്നത്. അന്ന് പ്രധാനമന്ത്രി എത്തിയത് ഈ നേവിയുടെ ഹെലിപ്പാഡിലായിരുന്നു. ഈ ഹെലിപ്പാഡിൽ നിന്ന് ഉള്ള ഈ തേവര SH കോളേജിലേക്കുള്ള ഈ ഗ്രൗണ്ട് വരെയായിരുന്നു അന്ന് ഈ റോഡ് ഷോ നടന്നത്. ഇതിന് സമാനമായി തന്നെ രീതിയിൽ ഇത്തവണയും പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ തേവരയിലോ അല്ലെങ്കിൽ ഈ ഷിപ്പ്യാർഡിന്റെ പരിസരത്തോ റോഡ് ഷോ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഏതായാലും ഉണ്ടാകുന്നത്. ഏതായാലും ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. ശരി കിരൺ.